സംഭവ ബഹുലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. പുതിയ പ്രതീക്ഷകളുമായി പുതിയൊരു സാമ്പത്തിക വർഷം നാളെ തുടങ്ങുന്നു. ഇതുവരെ ജീവിച്ച ജീവിത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടനവധി മാറ്റങ്ങളുമായാണ് ഈ ഏപ്രിൽ 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. ടോൾ പിരിവ് മുതൽ വായ്പയും വിദ്യാഭ്യാസവും ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് വരെയുള്ള സകല കാര്യങ്ങളിലും ഇപ്പോഴുള്ള രീതികളും ചട്ടങ്ങളും മാറാൻ പോകുകയാണ്. ആദായനികുതി നിയമത്തിലെ മാറ്റമാണ് ഇപ്പറഞ്ഞവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. 1961 ആദായനികുതി നിയമത്തിന് പകരം ഈ ഏപ്രിൽ 1 മുതൽ, അതായത് നാളെ മുതൽ പരിഷ്കരിച്ച ആദായനികുതി നിയമമാണ് വരാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്നതിലും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വായ്പ ലഭിക്കുന്നതിലും അടക്കം വലിയ മാറ്റങ്ങളാണ് ഇക്കുറി വരാൻ പോകുന്നത്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാം. 1961 പാസായ ആദായനികുതി നിയമത്തിൽ കാതലായ മാറ്റമാണ് വരുന്നത്. 1961 ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്ന നിലവിലെ നിയമം ദൈർഘ്യമേറിയതും സങ്കീർണമായതും വളരെയധികം വിശദീകരണങ്ങൾ ഉള്ളതുമായിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ 1 മുതൽ കുറെ കൂടി ലളിതവൽക്കരിച്ച സംക്ഷിപ്ത രൂപത്തിലുള്ള നിയമമായിരിക്കും വരുന്നത്. പഴയ നിയമത്തിലെ പല വകുപ്പുകളും അധ്യായങ്ങളും വെട്ടിക്കുറച്ച് നിക്ഷിപ്ത രൂപത്തിലാക്കിയിട്ടുണ്ട്. 47 അധ്യായങ്ങൾ ഉണ്ടായിരുന്നത് 23ആയും വകുപ്പുകൾ 819 നിന്ന് 536ആയും കുറച്ച് നിയമങ്ങൾ ലളിതമാക്കിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസികൾ, ടോക്കണൈസ്ഡ് അസറ്റുകൾ പോലുള്ള വെർച്വൽ ഡിജിറ്റൽ അസറ്റുകൾക്ക് വ്യക്തവും കൃത്യവുമായ നിർവചനം പുതിയ നിയമത്തിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം 2025 ബജറ്റിൽ അവതരിപ്പിച്ച പുതിയ നികുതി വ്യവസ്ഥ പ്രകാരമുള്ള പുതുക്കിയ സ്ലാബ് നിരക്കുകളും ഉണ്ടാകും. പുതിയ ആദായ നികുതി സ്ലാബുകൾ പ്രകാരം 4 ലക്ഷം രൂപ വരെ നികുതി നിരക്ക് ഉണ്ടായിരിക്കില്ല. 4 മുതൽ 8 ലക്ഷം രൂപ വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 24 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 30% എന്നിങ്ങനെയാണ് നികുതി നിരക്കുകൾ. ഫോം 16 പകരം പുതിയ ഫോം 130 നിലവിൽ വരുന്നു എന്ന പ്രത്യേകതയും പുതിയ ആദായ നികുതി നിയമത്തിലുണ്ട്. അതോടൊപ്പം നികുതിദായകർക്ക് എന്നും ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്ന സാമ്പത്തിക വർഷം അഥവാ ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ എന്നീ കടുകട്ടി പദപ്രയോഗങ്ങൾക്ക് പകരം ഇനി മുതൽ ടാക്സ് ഇയർ എന്ന ഒറ്റ പ്രയോഗമേ ഉണ്ടാവുകയുള്ളൂ. നികുതി ബാധകമായ നിലവിലെ സാമ്പത്തിക വർഷം തന്നെയായിരിക്കും ടാക്സ് ഇയർ എന്ന് അറിയപ്പെടുക. സ്വർണ്ണപ്പണയ ചട്ടം പരിഷ്കരിച്ച് നേരത്തെ തന്നെ റിസർവ് ബാങ്ക് ചട്ടം കൊണ്ടുവന്നിരുന്നു. ഈ ചട്ടങ്ങൾ പുതിയ സാമ്പത്തിക വർഷം മുതൽ നിലവിൽ വരികയാണ്. പണയ സ്വർണത്തിന് മൂല്യം വർദ്ധിപ്പിക്കുകയും ഒപ്പം കാലാവധി പൂർത്തിയാകുമ്പോൾ അടയ്ക്കേണ്ട നികുതിയെപ്പറ്റി തുടക്കത്തിൽ തന്നെ ഗുണഭോക്താവിന് അറിയിപ്പ് നൽകുകയും ചെയ്യുന്നതാണ് പുതിയ പരിഷ്കരണം. ബാങ്കുകളും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും പണയ സ്വർണത്തിന്റെ മൊത്തം മൂല്യത്തിന്റെ 85% വരെ വായ്പയായി നൽകുന്നതാണ് പുതിയ ചട്ടം. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പണയ സ്വർണത്തിന്റെ ആകെ മൂല്യത്തിന്റെ 85% വായ്പയായി ലഭിക്കും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 80%, 5 ലക്ഷത്തിന് മുകളിൽ 75% എന്ന പരിധിയുമാണ് ബാധകമാകുക. മൂല്യം കണക്കാക്കുമ്പോൾ മുതലിനൊപ്പം കാലാവധി പൂർത്തിയാകുമ്പോൾ അടയ്ക്കേണ്ട പലിശയും കണക്കാക്കുന്നുണ്ട്. ഇങ്ങനെ കണക്കാക്കുമ്പോൾ വായ്പയായി ലഭിക്കുന്ന തുകയിൽ ഒരുപക്ഷെ കുറവുണ്ടാകും. ബാങ്ക് നിക്ഷേപം നടത്തുമ്പോഴും മറ്റ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും പാൻ കാർഡ് നൽകുന്നതിലെ ചട്ടങ്ങളിലും ഇളവ് വരികയാണ്. ഇതുവരെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമായിരുന്നുവെങ്കിൽ ഇനി അത് 20 ലക്ഷം രൂപ വരെയാണ്. മുൻപ് 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ ഇടപാടുകൾക്കും പാൻ കാർഡ് ഹാജരാക്കേണ്ടത് നിർബന്ധമായിരുന്നുവെങ്കിൽ നാളെ മുതൽ ചെറുകിട സാമ്പത്തിക ഇടപാടുകൾക്ക് പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷം ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ടുകളിലായി 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ പാൻ കാർഡിന്റെ വിവരങ്ങൾ നൽകേണ്ടതുള്ളൂ. ബാങ്കുകളിലെയും പോസ്റ്റ് ഓഫീസിലെയും നിക്ഷേപങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വാഹനം വാങ്ങിയാൽ മാത്രം ഇനി പാൻ നമ്പർ നൽകിയാൽ മതിയാകും. ഹോട്ടൽ, റെസ്റ്റോറന്റ് ബില്ല്, കൺവെൻഷൻ സെന്റർ, ബാങ്ക്വറ്റ് ഹാൾ ചെലവ്, ഈവന്റ് മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് 50,000 രൂപയായിരുന്ന പരിധി 1 ലക്ഷം രൂപയാക്കും. ഇൻഷുറൻസ് മേഖലയിലും പാൻ വ്യവസ്ഥ പരിഷ്കരിച്ചിട്ടുണ്ട്. മുൻപ് 50,000 രൂപയ്ക്ക് മുകളിലുള്ള വാർഷിക പ്രീമിയത്തിന് മാത്രമായിരുന്നു പാൻ കാർഡ് നൽകേണ്ടിയിരുന്നത് എങ്കിൽ ഇനി മുതൽ അത് എല്ലാ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും ബാധകമാകും. അതും പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ പാൻ കാർഡ് വിവരം നൽകണം. 50,000 രൂപയ്ക്ക് മുകളിലുള്ള മ്യൂച്വൽ ഫണ്ടുകളും റിസർവ് ബാങ്ക് ബോണ്ടുകളും, ഒരു ഇടപാടിന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഓഹരികളുടെ വിൽപ്പന,
50,000 രൂപയ്ക്ക് മുകളിലുള്ള കമ്പനി ബോണ്ടുകളുടെയും കടപ്പത്രങ്ങളുടെയും ഇടപാടുകൾ എന്നിവയ്ക്ക് നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകൾ തന്നെ തുടരും. കുട്ടികളുടെ വിദ്യാഭ്യാസ ഇളവിനുള്ള നികുതി ഇളവ് പരിധി വർദ്ധിക്കുകയാണ്. വിദ്യാഭ്യാസ അലവൻസിനുള്ള നികുതി ഇളവ് നിലവിൽ ഒരു കുട്ടിക്ക് പ്രതിമാസം 100 രൂപ വരെയുള്ള അലവൻസിനാണ് നികുതി ഇളവ് ബാധകമായിരുന്നത്. ഇത് ഇനി മുതൽ 3000 രൂപ വരെയുള്ള അലവൻസിന് നികുതി ഇളവ് ലഭിക്കും. പരമാവധി 2 കുട്ടികൾക്ക് മാത്രമേ ഇളവ് ലഭിക്കുകയുള്ളൂ. ഹോസ്റ്റൽ അലവൻസ് പരിധി 300 രൂപയായിരുന്നത് 9,000 രൂപയായും ഉയരും. വിദേശ വിദ്യാഭ്യാസങ്ങൾക്കും ചികിത്സാ ചെലവുകൾക്കുമായി വിദേശത്തേക്ക് പണം അയക്കുന്നതിനുള്ള നിലവിലെ TCS പരിധി 5 നിന്ന് 2% കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വിദേശ ടൂർ പാക്കേജുകളുടെ TCSഉം 10 ലക്ഷം രൂപ വരെ 5%, അതിനു മുകളിൽ 20% എന്ന നിരക്ക് 2%ത്തിലേക്കാണ് കുറയുന്നത്. വിദേശ വിദ്യാഭ്യാസം, ചികിത്സ, ടൂറുകൾ എന്നിവയ്ക്ക് ആദ്യം തന്നെ അധിക തുക കണ്ടെത്തേണ്ടി വരുന്ന അവസ്ഥയാണ് ഇതോടെ ഇല്ലാതാകുന്നത്. ടോൾ പ്ലാസകളിൽ ഇനി മുതൽ ഡിജിറ്റൽ ഇടപാട് മാത്രമേ നടക്കുകയുള്ളൂ. UPI, ഫാസ്ടാഗ് വഴിയുള്ള ഇടപാടുകൾ മാത്രമേ ഇനി മുതൽ ടോൾ പ്ലാസകളിൽ അനുവദിക്കുകയുള്ളൂ. നേരിട്ട് പണമടയ്ക്കുന്ന രീതി ഇല്ലാതാകുകയാണ്. അതേസമയം വാർഷിക ടോൾ പാസിന്റെ വില 75 രൂപ വർദ്ധിപ്പിച്ച് 3000 രൂപയായിരുന്നത് 3075 രൂപയായി വർദ്ധിക്കുകയും ചെയ്യും. സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഇന്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കും. വാർഷിക ഫീസ് ഇല്ലാതെയുള്ള ATM കാർഡ്, പ്രതിവർഷം 25 ലീഫുള്ള ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, ഇമെയിൽ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് ബ്രാഞ്ചിലും ATMകളിലും പണം നിക്ഷേപിക്കാനുള്ള സൗകര്യം, പരിധിയില്ലാത്ത നിക്ഷേപ അവസരം തുടങ്ങിയവയും ഇത്തരം അക്കൗണ്ടുകൾക്ക് ലഭ്യമാകും. എന്നാൽ ഒരു വ്യക്തിക്ക് ഒന്നിലേറെ BSBD അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല. സംരംഭങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പരിധി ഉയർത്തുകയാണ്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭിക്കുന്ന പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. വായ്പാ തിരിച്ചടവ്, സാമ്പത്തിക നില എന്നിവ കണക്കിലെടുത്ത് ഇതിന്റെ പരിധി 25 ലക്ഷം രൂപ വരെ ഉയർത്താൻ ബാങ്കുകൾക്ക് അധികാരമുണ്ടായിരിക്കും. ആവശ്യമെങ്കിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിന്റെ സഹായം പ്രയോജനപ്പെടുത്താനും ബാങ്കുകൾക്ക് സാധിക്കും. കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതത്തിൽ വർധനവുണ്ടാകും. 16ാം ധനകാര്യ കമ്മീഷൻ ശുപാർശയനുസരിച്ചുള്ള നികുതി വിഹിതമായിരിക്കും 2026 ഏപ്രിൽ 1 മുതൽ 2030 വരെ കേരളത്തിന് ലഭിക്കുക. സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാന്റുകൾ പൂർണ്ണമായും ഒഴിവാക്കിയെങ്കിലും കേരളത്തിനുള്ള കേന്ദ്ര നികുതി വിഹിതം 1.92% 2.38% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ പണം തിരികെ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥയും പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതുവരെ 4 മണിക്കൂർ മുൻപ് വരെ റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് തുക തിരികെ ലഭിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ 8 മണിക്കൂറിൽ താഴെ സമയം ശേഷിക്കുമ്പോൾ ക്യാൻസൽ ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് തുക തിരികെ ലഭിക്കില്ല. പരമാവധി തുക തിരികെ ലഭിക്കാൻ 72 മണിക്കൂർ മുൻപ് റദ്ദാക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ. 72നും 24 മണിക്കൂറിനും ഇടയിലാണ് എങ്കിൽ 25%, 24നും 8 മണിക്കൂറിനും ഇടയിലാണ് എങ്കിൽ 50% തുക കുറച്ചായിരിക്കും ഇനി തിരികെ ലഭിക്കുക. 8 മണിക്കൂറോ അതിൽ കുറവോ ശേഷിക്ക് ടിക്കറ്റ് റദ്ദാക്കിയാൽ മുഴുവൻ തുകയും നഷ്ടമാകും എന്നതാണ് ഇനിയുള്ള അവസ്ഥ. കയറുന്ന സ്റ്റേഷൻ അഥവാ ബോർഡിംഗ് പോയിന്റ് മാറ്റാനുള്ള സൗകര്യം ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുൻപ് വരെ ലഭിക്കും. ഇതുവരെ ചാർട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് വരെ മാത്രമേ ഇതിന് അനുവാദമുണ്ടായിരുന്നുള്ളൂ. 2025-26 സാമ്പത്തിക വർഷം സംഭവ ബഹുലമായിരുന്നു. ട്രംപിന്റെ വ്യാപാര തീരുവ മുതൽ പശ്ചിമേഷ്യൻ യുദ്ധമടക്കം സാമ്പത്തിക രംഗത്തെ അടിമുടി ഉലച്ച വർഷമാണ് കടന്നുപോകുന്നത്. GST ഇളവടക്കമുള്ള പരിഷ്കാരങ്ങൾക്ക് ജനങ്ങൾക്കുണ്ടാക്കിയ ആശ്വാസം വേറെ. ഇക്കുറി ആദായ നികുതി നിയമത്തിൽ അടക്കം വന്ന മാറ്റങ്ങൾ ജനജീവിതം കുറെ കൂടി എളുപ്പത്തിലാക്കും. ഇതോടൊപ്പം വീടുകളിലും സ്ഥാപനങ്ങളിലും മാലിന്യങ്ങൾ ഇനി 4ആയി തരംതിരിച്ച് സംസ്കരിക്കണമെന്ന നിർദ്ദേശവും നാളെ മുതൽ പ്രാബല്യത്തിലാവുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക പരിചരണം ആവശ്യമുള്ള തടി, ചിരട്ട, വേസ്റ്റ്, ബയോമെഡിക്കൽ രാസവസ്തുക്കൾ പോലുള്ള മാലിന്യങ്ങൾ എന്നിങ്ങനെയാണ് തരംതിരിക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളും ഫെബ്രുവരി 19 സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഇത് നടപ്പാക്കാൻ ശുചിത്വ മിഷൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഹോട്ടലുകൾ, വൻകിട സമുച്ചയങ്ങൾ, മാർക്കറ്റുകൾ, ബിസിനസ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വലിയ തോതിൽ മാലിന്യം പുറന്തള്ളുന്ന സ്ഥാപനങ്ങളെ നിശ്ചയിക്കാൻ 3 മാനദണ്ഡങ്ങളും പരിഷ്കരിച്ച ചട്ടത്തിലുണ്ട്. 20,000 ചതുരശ്ര മീറ്ററോ കൂടുതലോ തറ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, പ്രതിദിനം 40,000 ലിറ്ററോ കൂടുതലോ വെള്ളം ഉപയോഗിക്കുന്നവർ, പ്രതിദിനം 100 കിലോഗ്രാമിൽ അധികം ഖരമാലിന്യം തള്ളുന്നവർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ബാധകമാകുന്നവരാണ് ഈ വിഭാഗത്തിൽ. അവർ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. മാലിന്യങ്ങൾ അംഗീകൃത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംസ്കരിക്കണം. പുതുതായി തുടങ്ങുന്ന വൻകിട സ്ഥാപനങ്ങൾ നിർബന്ധമായും ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കണം. ഭക്ഷണാവശിഷ്ടങ്ങൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, കപ്പുകൾ, കാനുകൾ, കവറുകൾ, ചിരട്ടകൾ, പച്ചക്കറി, പഴ അവശിഷ്ടങ്ങൾ എന്നിവ ശേഖരിക്കാനായി ഉചിതമായ കണ്ടെയ്നറുകൾ,
തെരുവ് കച്ചവടക്കാർ കരുതണം. പുനരുപയോഗിക്കാനോ ഊർജാവശ്യങ്ങൾക്കോ കഴിയാത്ത മാലിന്യം മാത്രമേ കുഴിച്ചുമൂടാൻ അനുവാദമുള്ളൂ. 100-ലധികം ആളുകളുള്ള പരിപാടികൾ നടത്തുമ്പോൾ 3 പ്രവൃത്തി ദിവസം മുൻപ് തദ്ദേശ സ്ഥാപനത്തെ അറിയിക്കുകയും വേണം. ഇതിനു പുറമെ ATM ഉപയോഗിക്കുമ്പോഴുള്ള നിബന്ധനകളിൽ ചെറുമാറ്റങ്ങളുമായി ചില ബാങ്കുകളും രംഗത്തെത്തിയിട്ടുണ്ട്. HDFC ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബന്ധൻ ബാങ്ക് എന്നിവയാണ് നാളെ മുതൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. UPI ആപ്പ് ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് ATMൽ നിന്ന് പണം പിൻവലിക്കുന്നത് മാസം തോറുമുള്ള സൗജന്യ ATM ഇടപാടുകളുടെ ഭാഗമാക്കിയാണ് HDFC ബാങ്ക് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇനി മുതൽ UPI വഴി ATMൽ നിന്ന് പണം പിൻവലിക്കുന്നത് ATM ഇടപാടായാകും ബാങ്ക് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ മാസം തോറുമുള്ള സൗജന്യ ഇടപാടുകളുടെ എണ്ണം കടന്നാൽ UPI ആപ്പ് ഉപയോഗിച്ചാണ് ATMൽ നിന്ന് പണം പിൻവലിക്കുന്നത് എങ്കിലും 23 രൂപയും GSTയും ഫീസായി നൽകേണ്ടി വരും. ഡെബിറ്റ് കാർഡുകൾക്ക് ദിവസം തോറും ATMൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയിൽ പരിധി കുറച്ചാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ 1 ലക്ഷം രൂപ വരെ പിൻവലിക്കാവുന്ന കാർഡുകളിൽ പുതിയ പരിധി 50,000 രൂപയായിരിക്കും. ഉയർന്ന പരിധിയുള്ള കാർഡുകളിൽ 1.5 ലക്ഷം രൂപയിൽ നിന്ന് പരിധി 75,000 രൂപയായും കുറച്ചിട്ടുണ്ട്. PNBയുടെ പ്ലാറ്റിനം, സെലക്ട്, ഗോൾഡ് കാർഡുകളിലാണ് ഉയർന്ന തുക പിൻവലിക്കാൻ അനുവദിച്ചിരുന്നത്.